കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാനുള്ള തിരച്ചിൽ ഇന്നും ആരംഭിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. സാഗര ജംഗ്ഷനിലെ വിജയനും കുടുംബവും വിറ്റ വീട്ടിലാണ് പരിശോധന. അതേസമയം കക്കാട്ടുകവലയിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത വിജയന്റേത് എന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കേസിലെ മുഖ്യപ്രതി നിതീഷുമായി രാവിലെ 9-നാണ് പോലീസ് തെളിവെടുപ്പിനായി കക്കാട്ടുകവലയിലെ വാടക വീട്ടിലെത്തിച്ചത്. വിജയനെ കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. തുടർന്ന് പ്രതി കാട്ടിക്കൊടുത്ത ഭാഗം കുഴിച്ചു പരിശോധിച്ചു. വീടിനുള്ളിൽ നിന്നും കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ചുറ്റികയും പോലീസ് കണ്ടെടുത്തു. 3 അടി വ്യാസത്തിൽ 5.5 അടിയോളം ആഴത്തിലായിരുന്നു മൃതദേഹം മറവ് ചെയ്തിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സാഗര ജംഗ്ഷനിലെ വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതി പറയുന്ന പശുത്തൊഴുത്തിൽ പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ നിന്നും മാറ്റിയോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കൊലപാതകങ്ങൾക്ക് ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിതീഷിന് പുറമെ വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം. വിപുലമായ കളക്ഷൻസും ക്വാളിറ്റിയും. ലോകോത്തര ബ്രാൻഡുകളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, ബാഗുകൾ, ട്രോളികൾ എന്നിവയുടെ ട്രെൻഡി കളക്ഷൻസ്. അതിവിശാലമായ ഷോറൂം, വിപുലമായ പാർക്കിംഗ് സൗകര്യം. ഇനി ഓരോ ചുവടും ആത്മവിശ്വാസത്തോടെ. ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.